നമ്മൾ ഇന്നത്തെ കാലത്തുള്ള ഓൺട്രപ്രണേഴ്സ് ഇപ്പം നമ്മളെപ്പോലെയുള്ള അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എന്തൊക്കെ ജോൺ റോക്കിഫെല്ലർ എന്ന് പഠിക്കാൻ പറ്റുമായിരിക്കും ഇതിൻ്റെ ഒരു ഒബ്സർവേഷനിൽ? എനിക്ക് തോന്നുന്നു ആ സീയിങ് ബിയോണ്ട് ടുഡേ എന്നുള്ളത് ഒരു വലിയ ഇമ്പോർട്ടൻ്റ്. കാരണം ആൾക്കാരെ അന്ന് പൈസ ഇപ്പം ഓയിൽ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അന്ന് പൈസ ഉണ്ടാക്കില്ല. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും ആ ഒരു എന്നാ ഒരു കുളത്തിലകപ്പെട്ട തവളയുടെ ഇതെന്ന് ഒരു ചിന്താഗതി ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ പുള്ളി ചിന്തിച്ചത് എപ്പോഴും അതിൻ്റെ അപ്പുറത്തോട്ടാണ്. അപ്പോൾ എല്ലാവരും ചിന്തിച്ച് എനിക്കിപ്പോൾ എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്ന് ചിന്തിച്ച് പൈസ കുറച്ചും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ. അപ്പോൾ പുള്ളി നോക്കി ഇപ്പം 2 കാര്യങ്ങളിലാണ് പുള്ളിക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന്, ട്രാൻസ്പോർട്ടേഷനിൽ ഓയിലിൻ്റെ ഏറ്റവും വലിയ ചിലവുകളിലൊന്നായിരുന്നു ട്രാൻസ്പോർട്ടേഷൻ എത്തിക്കുക എന്നുള്ളത് ഭയങ്കര ഇതുള്ള കാര്യം. അപ്പോൾ പുള്ളി ആ ട്രാൻസ്പോർട്ടേഷൻ കമ്പനികളായിട്ട് ഡീലുകളുണ്ടാക്കി. കാരണം നിങ്ങൾക്ക് ഞാൻ എൻ്റെ എല്ലാ കാര്യം ഇപ്പോൾ ഇത് ഭയങ്കര കോമൺ ആണ്. പക്ഷേ നിങ്ങൾ എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ എല്ലാ ട്രാൻസ്പോർട്ടേഷൻ നിങ്ങൾ ചെയ്തോ, പക്ഷേ എനിക്ക് ഇത്രയും പൈസ ഡിസ്കൗണ്ട് തന്നെ നെഗോഷിയേഷൻ പുള്ളി ചെയ്തു. അതിൽ നിന്ന് പുള്ളി പൈസ ഉണ്ടാക്കി. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സിന് ഇത് അറിയത്തില്ലാത്തതുകൊണ്ട് ഇവർക്കിത് പ്രൈസിന് ബീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഒരു ബിസിനസ്സിൽ ഏതൊക്കെ ഏരിയാസിൽ നമുക്ക് പൈസ കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റുമോ അത് അന്നത്തെ കാലത്ത് ട്രൈ ചെയ്ത്. അതുപോലെ റിസർച്ചിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് എന്ത് വേണമെന്ന് ചിന്തിച്ച് ഇപ്പം മണ്ണെണ്ണ ഉണ്ടാക്കിയത്, മണ്ണെണ്ണ നോർമലാക്കി എടുത്ത് റിസർച്ചിനകത്ത് റിഫൈനറീസ് ഉണ്ടാക്കിയത് പുള്ളിയാണ്. അത് ഭയങ്കര ഒരു വിഷണറിയുടെ ഒരു ചിന്താഗതിയാണ് പറ്റുന്നത്. എനിക്ക് അത് രണ്ടുമാണ് എനിക്ക് ഒരു ഓൺട്രപ്രണർ എന്ന രീതിയിൽ പുള്ളിയുടെ ഫിലന്ത്രോപ്പി ഐ ലവ്ഡ് ഇറ്റ്.